വരാനുണ്ട്. ഞാൻ എന്ത് വിഷമം പറഞ്ഞാലും ഓടിയെത്തും. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. സലീമാഷ് എന്നോട് ചോദിച്ചു കുറച്ച് സ്ഥലം എനിക്കും തരുമെന്ന്. മാഷെ അതിന് മാത്രം എന്ത് ചെയ്യരുത്, വിളിക്കരുത് മാഷോട്. കാരണം ഇതിന്റെ നൂറെ ഹബീബിന്റെ കുടുംബങ്ങൾക്കുള്ളതാ. നൂറെ ഹബീബ് വില്ലേജ് നല്ല കണ്ണായ സ്ഥലമാണ്. എന്റെ വീടിന്റെ അവിടെ നിന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ. നല്ല റോഡും സ്കൂളും മദ്രസും ഒക്കെ അടുത്തടുത്ത. 1 ലക്ഷം ഉറുപ്പ്യ കിട്ടുമ്പോ വിറ്റാൽ. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഫോം 2 ഏക്കർ സ്ഥലം ഞാൻ വാങ്ങാൻ അങ്ങോട്ട് കായ് വെച്ചാൽ 3 ഏക്കർ സ്ഥലം പാവങ്ങൾക്ക് കൊടുക്കുകയാണ്. പിന്നെ ഇൻഷാ അല്ലാഹ് ഇപ്പൊ ഒരു കിണറുണ്ട്. ഒരു ഉമ്മ മകന്റെ കല്യാണം ശരിയാവില്ല, വന്നതൊക്കെ മുടക്കുക. ഇപ്പൊ കല്യാണം ശരിയായി. അപ്പൊ 1 ലക്ഷം ഉറുപ്പ്യ കൊടുന്നു തന്നു. എന്നോട് പറഞ്ഞു എന്ത് കാട്ടിലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു പാവപ്പെട്ട എത്തിയ നമുക്ക് കിണറുണ്ടായിക്കോട്ടെ എന്തേ അല്ലേ. അപ്പൊ അത് ഇൻഷാ അല്ലാഹ് അടുത്ത മാസം കൊടുക്കാം കേട്ടാ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ ഇതിന്റെ ഇത് നമ്മൾ എല്ലാരും പാടെ താഴത്തങ്ങൾക്ക് കൊടുക്കാണ്. താഴത്തങ്ങളെ ഗ്രൂപ്പില് അല്ലേ. ശരിക്കും ഇതിന് അർഹതപ്പെട്ട ആള് വിലക്കുണ്ട്. ഇവർക്കൊക്കെ അർഹതപ്പെട്ടാണ്. വിലക്കൊന്നും വീട് സ്ഥലമില്ല. പക്ഷെ എന്താ ചെയ്യാ, എന്നോട് ചോദിച്ചിട്ടില്ല, ചോദിക്കാതെ പിന്നെ ഒരു കാര്യം, ഈ മുതലൊന്നും എന്റെ പൈസ അല്ലട്ടോ. നിങ്ങൾ ഇങ്ങനെ തരുമല്ലോ ഈ ബക്കറ്റ് പിരിവ്, ഇതിൽ കിട്ടൂല പൈസ. ഞാൻ മദ്രസ നടത്തുമ്പോ നിങ്ങൾ തരൂലേ, നിങ്ങളെ പൈസ തന്നെ അത്, എന്റെ പൈസ അല്ലട്ടോ. ഇനി പഠിച്ചോനെ ഞങ്ങളെ തങ്ങള് അല്ല, നിങ്ങളെ മുതലാ, നിങ്ങളെ മുതലാണ് ഈ 3 ഏക്കർ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിൽ വരാനും അതിൽ വീട് വെക്കാനും അതിൽ ജീവിക്കാനും അള്ളാഹു ഭാഗ്യം അള്ളാഹു നൽകട്ടെ. ഞങ്ങളെ നാട്ടിൽ പോയിട്ട് നൂറെ ഹബീബിന്റെ അവിടെ പോയിക്കോ നിങ്ങൾ പറയണ്ട. ഈ നൂറെ ഹബീബിന്റെ മുത്തുമണികൾക്കുള്ളതാണ് ഇത് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇത് നമ്മള് എല്ലാവരും അതിന്റെ അടക്കം അതൊന്ന് എഴുതിക്കിട്ടോ. ഒരു സീറ്റിനുള്ളത് എഴുതിക്കിട്ടോ. ഒരു സീറ്റിനുള്ളത് എഴുതിക്കണേ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇത് കൊടുക്കല്ലേ ഇൻഷാ അല്ലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു